നമസ്കാരം. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ തിരമാലകൾ ചിലപ്പോൾ സമുദ്രത്തിന്റെ നടുവിൽ സഞ്ചരിക്കുന്ന ഒരു കപ്പലിന്റെ ദിശ പോലും മാറ്റിമറിക്കുമെന്നതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് പിങ് ഷുൻ എന്ന എണ്ണക്കപ്പലിന്റെ അപ്രതീക്ഷിത വഴിതിരിച്ചുവിടൽ. ഇറാനിൽ നിന്നുള്ള 6 ലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയുമായി ഗുജറാത്തിലെ വാഡിനാർ തുറമുഖത്തേക്ക് നീങ്ങിയിരുന്ന ഈ കപ്പൽ അവസാന നിമിഷം ലഭിച്ച നിർദ്ദേശത്തെ തുടർന്ന് ചൈനയിലെ ഡോങ്ങി തുറമുഖത്തേക്ക് തിരിഞ്ഞത് ഒരു സാധാരണ ലോജിസ്റ്റിക് മാറ്റമല്ല. അത് ആഗോള ശക്തികളുടെ പോരിന്റെ വ്യക്തമായ പ്രതിഫലനമാണ് വിളിച്ചോതുന്നത്. ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് അമേരിക്ക ഏർപ്പെടുത്തിയ വിലക്കാണ് കപ്പൽ ഇന്ത്യയിൽ നിന്ന് വഴിമാറ്റി വിടാൻ കാരണമായതെന്നാണ് പ്രാഥമിക വിവരം. വിഷയത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. നിലവിൽ ഇറാൻ എണ്ണയുടെ 90% കയറ്റുമതി ചെയ്യുന്നത് ചൈനയിലേക്കാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് ആഗോള വിപണിയിൽ എണ്ണവില നിയന്ത്രിക്കാൻ അമേരിക്ക ഇറാനിയൻ എണ്ണയ്ക്ക് ചെറിയ ഇളവുകൾ നൽകിയിരുന്നുവെങ്കിലും സാമ്പത്തിക തടസ്സങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. 2019 ശേഷം ആദ്യമായാണ് ഇന്ത്യ എണ്ണ ഇറക്കുമതിക്കായി ഇറാനെ ആശ്രയിക്കുന്നത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന പാതയായ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള നീക്കങ്ങൾ തടസ്സപ്പെട്ടതോടെയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് സമാന്തരമായി ഇറാനിൽ നിന്നുള്ള അവസരങ്ങളും പ്രയോജനപ്പെടുത്താൻ ഇന്ത്യ ശ്രമിച്ചത്. ഈ സംഭവത്തിന്റെ അടിത്തറയിൽ നിൽക്കുന്നത് അമേരിക്കയുടെ ഇറാനെതിരായ കടുത്ത ഉപരോധ നയമാണ്. ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നതിനെതിരെ അമേരിക്ക തുടർച്ചയായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉപരോധങ്ങൾ പാലിക്കാത്ത രാജ്യങ്ങൾക്കും കമ്പനികൾക്കും സാമ്പത്തികവും വ്യാപാരപരവുമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന ഭീഷണി നിലനിൽക്കുമ്പോൾ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികളും എണ്ണ വ്യാപാരികളും കൂടുതൽ സൂക്ഷ്മതയോടെ നീങ്ങുകയാണ്. പിങ് ഷുൻ കപ്പലിന്റെ ദിശാമാറ്റം ഈ ഭീതിയുടെ നേരിട്ടുള്ള ഫലമാണെന്ന് വേണം പറയാൻ. ഇത് ഇന്ത്യക്ക് വെറും ഒരു കപ്പൽ വഴിതിരിച്ചുവിട്ട സംഭവമായി മാത്രം കാണാനാകില്ല. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് ഇറാനിൽ നിന്നുള്ള എണ്ണ നിർണായകമായിരുന്നു. വിലക്കുറവും സ്ഥിരതയും കാരണം ഇറാൻ ഇന്ത്യയുടെ പ്രധാന വിതരണക്കാരിൽ ഒരാളായിരുന്നു. എന്നാൽ അമേരിക്കൻ ഉപരോധങ്ങൾ മൂലം ഈ ബന്ധം ഇതിനകം തന്നെ ദുർബലമായിരുന്നു. ഇപ്പോൾ കപ്പൽ തന്നെ തിരിച്ചുവിടേണ്ടി വന്നത് ഇന്ത്യയുടെ എണ്ണ വിതരണ ശൃംഖലയിലുള്ള അനിശ്ചിതത്വം കൂടുതൽ വർദ്ധിപ്പിക്കുന്ന നടപടിയായി മാറും. ഇതോടെ ഇന്ത്യക്ക് കൂടുതൽ വില കൂടിയ മറ്റുറവിടങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യം പോലും ഉണ്ടാകും. അതേസമയം ഈ സംഭവത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കുന്നത് ചൈനയാണ്. അമേരിക്കൻ ഉപരോധങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാനുമായി വ്യാപാര ബന്ധം നിലനിർത്തുന്ന ചൈന ഇത്തരം അവസരങ്ങളെ തന്റെ സാമ്പത്തികവും തന്ത്രപ്രധാനവുമായ ശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. പിങ് ഷുൻ ചൈനയിലേക്ക് വഴിമാറിയത് ആഗോള വ്യാപാരത്തിൽ ശക്തികളുടെ പുനർവിന്യാസം നടക്കുന്നതിന്റെ സൂചനയായി വേണമെങ്കിലും വിലയിരുത്താം. ഈ സംഭവത്തിലൂടെ വ്യക്തമാകുന്നത് ആഗോള രാഷ്ട്രീയത്തിലെ തീരുമാനങ്ങൾ എങ്ങനെ നേരിട്ട് രാജ്യങ്ങളുടെ സാമ്പത്തിക നയങ്ങളെയും സാധാരണ ജനങ്ങളുടെ ജീവിതത്തെയും ബാധിക്കുന്നു എന്നതാണ്. ഇന്ധനവില ഉയരുന്നതിൽ നിന്ന് തുടങ്ങി വ്യവസായ മേഖലകളിലെ ചെലവ് കൂടൽ വരെ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വ്യാപകമായിരിക്കാം. പിങ് ഷുൻ കപ്പലിന്റെ വഴിതിരിച്ചുവിടൽ ഒരു വാർത്തയേക്കാൾ കൂടുതൽ അർത്ഥം വഹിക്കുന്നുണ്ട്. അത് ശക്തികളുടെ രാഷ്ട്രീയ കളിയിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ എങ്ങനെ സമ്മർദ്ദത്തിലാകുന്നു എന്നതിന്റെ തെളിവാവുകയാണ്. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഊർജ്ജ സുരക്ഷയിലും വിദേശ നയത്തിലും കൂടുതൽ തന്ത്രപരമായ സ്വാതന്ത്ര്യം ഇന്ത്യ ഉറപ്പാക്കേണ്ടതുണ്ട് എന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലാവുകയാണ് ഈ സംഭവം.